പ്രിയമുള്ള സഹാക്കളെ, കഴിഞ്ഞൊരു എപ്പിസോഡിൽ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ വിദേശ നയമാണ് പ്രതിപാദിച്ചത്. ഇന്ന് ഈ എപ്പിസോഡിൽ നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10 വർഷത്തോളമായി ഇന്ത്യയിൽ നടപ്പാക്കുന്ന രാഷ്ട്രീയ നയം എന്താണ് എന്നാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് NDA ഗവൺമെൻറ് എന്നാണ് പറയുക. NDA എന്ന് പറയുന്ന സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്നത് BJP ആണ്. ആ BJPയുടെ രാഷ്ട്രീയ സംഘടനയാണ് RSS എന്ന് പറയുന്നത്. RSSൻ്റെ ചരിത്രം നമുക്കെല്ലാം നന്നായി അറിയാവുന്നതാണ്. ഇന്ത്യയുടെ ചരിത്രം വളരെ സവിസ്തരമായി പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ 1914 ഹിന്ദു മഹാസഭ രൂപീകരിക്കുന്നത്. ആ ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകരായിട്ടാണ് നഥുറാം വിനായക ഗോഡ്സെയും സവർക്കറും എല്ലാം രംഗത്ത് വരുന്നത്. അതുകൊണ്ടൊന്നും കാര്യം ലക്ഷ്യം നേടിയെടുക്കാനാവില്ല എന്ന് തിരിച്ചറിഞ്ഞ ഹെഡ്ഗേവാറും ഗോൾവാക്കറും സവർക്കറും നഥുറാം വിനായക ഗോഡ്സെയെല്ലാം തുടർന്നാണ് 1925 RSS എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. എന്തിനു വേണ്ടി RSS രൂപീകരിച്ചു എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്യത്തിൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുക. അതാണ് അവരുടെ ലക്ഷ്യം. അത് രഹസ്യമായ അജണ്ടയൊന്നുമല്ല. അന്ന് മുതൽ അവരത് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. 1925 വിജയദശമി നാളിൽ നാഗ്പൂരിൽ RSS എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപം കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമായി അന്ന് അവരവിടെ ഉന്നയിച്ചത് RSS എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ സംഘടനയല്ല, പിന്നെന്താ അത് ഒരു സാംസ്കാരിക സംഘടനയാണ്. എന്തിനു വേണ്ടിയുള്ള സാംസ്കാരിക സംഘടന? ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കാൻ വേണ്ടിയുള്ള സാംസ്കാരിക സംഘടനയാണ് RSS എന്നല്ലേ പറഞ്ഞേ. ഒരാൾ മലർന്ന് കൈ ഇരുവശത്തേക്ക് നിവർത്തി വെച്ച് കിടന്നാൽ ഇന്ത്യയുടെ രൂപം എന്താണോ ആ രൂപമാണ്, ആ ആകൃതിയാണ് ഇന്ത്യയുടെ രൂപം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റാൻ, ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ രൂപം കൊണ്ട സാംസ്കാരിക സംഘടനയാണ് RSS. അന്നവർ കാലം പറഞ്ഞു, 100 വർഷം കൊണ്ട് ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കി തീർക്കും എന്നാണ് പറഞ്ഞത്. 100 വർഷം ആവുകയല്ലേ? 2024 ഫെബ്രുവരി ആയല്ലോ. ഇത് കഴിഞ്ഞ് 2025 ഒക്ടോബർ നവംബർ മാസമാകുമ്പോൾ RSS എന്ന് പറയുന്ന സംഘടന രൂപം കൊണ്ടിട്ട് 100 വർഷം ആവുകയാണ്. അതിനു മുമ്പ് ഈ രാഷ്ട്രത്തെ ഹിന്ദുവൽക്കരിക്കണം, ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റണം. അതാണ് അവൻ്റെ ലക്ഷ്യം. അതിനോ ഹിന്ദുത്വ രാഷ്ട്രം ആക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറുവശമെന്ന് പറഞ്ഞാൽ മതനിരപേക്ഷതയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ വേരറക്കുക എന്നതാണ്. സെക്കുലർ സ്റ്റേറ്റ് എന്ന് പറയുന്ന മുദ്രാവാക്യത്തെ ഇല്ലാതാക്കണം. ഇന്ത്യയെ ഹിന്ദുവിൻ്റെ മാത്രം രാഷ്ട്രമാക്കി മാറ്റണം. ഇന്ത്യയിലെ ജനസംഖ്യ ആനുപാതികം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒറ്റയ്ക്കെടുത്താൽ ഇന്ത്യയിൽ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഹിന്ദുക്കളാണ്. പക്ഷേ ഹിന്ദുക്കളാണെന്ന് പൊതുവായൊരു നാമം കൊണ്ട് മാത്രമേ നമുക്ക് സൂചിപ്പിക്കാനാവൂ. നരേന്ദ്രമോദി പറയുന്ന ഹിന്ദുക്കൾ ഇവിടെ 2% വരൂ. RSSകാരൻ പറയുന്ന ഹിന്ദുക്കൾ 2% വരൂ. ആ 2% വരുന്ന ഹിന്ദുവിൻ്റെ രാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റണം. അതാണ് ഹിന്ദുത്വ രാഷ്ട്ര പ്രഖ്യാപനം എന്ന നിലയ്ക്കാണ് കഴിഞ്ഞ 100 വർഷമായി ഇന്ത്യയിൽ 1925 മുതൽ RSSകാരൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനെ ആര് ചെറുക്കും? ആരൊരാളൻ മാർഗം ചെറുക്കും എന്ന് ചോദിച്ചതുപോലെ ഇതിനെ ആരാണ് ചെറുക്കുന്നത്? ഇതിനെ ആരാണ് പ്രതിരോധിക്കുന്നത്? 947 മുതൽ ഇന്ന് വരെയുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ അരനൂറ്റാണ്ട് കാലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് പാർട്ടിക്ക് ഇതിനെ പ്രതിരോധിക്കാനാവൂ? ചരിത്രം നമ്മെ എന്താ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കോൺഗ്രസിനെയും BJPയെയും നന്നായി വിലയിരുത്തിയിട്ടുണ്ട്. BJP തീവ്ര ഹിന്ദു രാഷ്ട്രം
നടപ്പാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുമ്പോൾ, അല്ലെങ്കിൽ BJP എന്ന് പറയുന്ന പ്രസ്ഥാനം തീവ്ര ഹിന്ദു രാഷ്ട്രീയം പറയുമ്പോൾ, RSS എന്ന് പറയുന്ന പ്രസ്ഥാനം മൃദു ഹിന്ദുത്വമാണ് പറയുന്നത് എന്നാണ് ഞങ്ങളെ വിലയിരുത്തൽ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, RSS സമം BJP തന്നെ, BJP സമം കോൺഗ്രസ് തന്നെ. പക്ഷേ BJPക്ക് കുറച്ചുകൂടെ വർഗീയത കൂടുന്നു എന്നത് ഒഴിവായാൽ കോൺഗ്രസും BJPയും ഒന്നല്ലേ? സാമ്പത്തിക നയം ഒന്നല്ലേ? വിദേശ നയം ഒന്നല്ലേ? രാഷ്ട്രീയ നയം ഒന്നല്ലേ? പിന്നെ ആർക്കാ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുക? അങ്ങനെ വന്നാൽ ഈ RSS നയിക്കുന്ന BJPയെ പ്രതിരോധിക്കാൻ CPIM-ന് മാത്രമേ കഴിയൂ. എന്തുകൊണ്ട്? നമുക്ക് രാഷ്ട്രീയമുണ്ട്. അത് ഈയിടെയായി RSSൻ്റെ സർസംഘചാലക് മോഹൻ ഭഗത് പറയുകയല്ലേ. മോഹൻ ഭഗത്ത് CPIM-നെ അല്ലേ ഇപ്പോൾ പറയുന്നത്. മോഹൻ ഭഗത്ത് പ്രസംഗിക്കുന്നത് മാർക്സിസത്തിനെതിരായിട്ടാണ്. നരേന്ദ്രമോദി അവരുടെ വോളണ്ടിയേഴ്സിനെ എല്ലാം അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് മറ്റാരെയും ഭയപ്പെടേണ്ടതില്ല, CPIM-നെ ഭയപ്പെടണം. എന്തുകൊണ്ട്? അവർക്ക് രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുക എന്ന് പറയുന്ന രാഷ്ട്രീയ നയം വെച്ചുകൊണ്ടാണ് 2019 മുതൽ അല്ലെങ്കിൽ 2014 മുതൽ ഈ രാജ്യം നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ റിപ്പബ്ലിക്കായി 26 കഴിഞ്ഞിപ്പോൾ ഫെബ്രുവരി 17 ആയില്ലേ ഉള്ളൂ. ആ ഭരണഘടനാ നിർമ്മാണ സഭയിലടക്കം RSS നേതാവ് ഗോൾവാക്കറിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്ന സമിതികളിൽ ശക്തമായ എതിർപ്പാണ് ഉയർന്നു വന്നത് എന്ന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പഴയകാല രേഖകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കണം. അതിനുവേണ്ടി ഈ രാജ്യം ഭരിക്കുന്ന RSSും BJP എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാൻ അവരിന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്കാരത്തെ മാറ്റിമറിക്കണം, വിദ്യാഭ്യാസത്തെ തിരിച്ചു പിടിക്കണം, അതുപോലെ ചരിത്രത്തെ മാറ്റി എഴുതണം. അപ്പോൾ വിദ്യാഭ്യാസം, ചരിത്രം, സംസ്കാരം ഈ 3 മേഖലയിലും കടന്നു കയറി ആ സങ്കേതങ്ങളെ മുഴുവൻ തങ്ങളുടെ പരിധിയിൽ കൊണ്ടുവരിക എന്ന് പറയുന്ന സമീപനമാണ് ഇന്നിപ്പോൾ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന RSSും BJPയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചരിത്രത്തെ മാറ്റി എഴുതുന്ന കഥ നമ്മൾ കഴിഞ്ഞ 9 വർഷമായി പറയുകയല്ലേ. നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ 51-52 മുതൽ ഇന്ത്യയിലെ അവസ്ഥ എന്തായിരുന്നു? നരേന്ദ്രമോദി 14 വന്നേ. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരികയാണ്. അതുവരെ ഇന്ത്യയുടെ പ്ലാനിങ് എങ്ങനെയായിരുന്നു? ഇന്ത്യയിലെ വിഭവ സമാഹരണം എങ്ങനെയാണ് പങ്കുവെച്ചുകൊണ്ടിരുന്നത്? ആരാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത്? ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും അറിയാം, പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നു. ആ പ്ലാനിംഗ് കമ്മീഷനാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലേക്ക് പണങ്ങളെല്ലാം പങ്കുവെച്ചു കൊണ്ടിരുന്നത്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ഉടൻ ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ, പ്ലാനിംഗ് കമ്മീഷനെ പിരിച്ചുവിട്ട് വേണ്ടാന്ന് തീരുമാനിക്കല്ലേ. പകരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ, ഒന്നുകൂടെ പറയാം, നമ്മൾ ആ പേരെങ്ങനെ പഠിച്ചു വച്ചിട്ടില്ല. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ, അതാണ് നീതി ആയോഗ്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷന് പകരം നീതി ആയോഗിനെ കൊണ്ടുവന്നു. ആ നീതി ആയോഗിനെ വെച്ച് ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കാൻ വേണ്ടിയുള്ള പരിശ്രമമല്ലേ നടക്കുന്നേ. എന്തെല്ലാം അവരിവിടെ പ്രഖ്യാപിച്ചു. 2014 മുതൽ ഇതുവരെയുള്ള നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനങ്ങൾ ഓരോന്നോരോന്നായി എഴുതി വയ്ക്കാനാവൂ? ഒത്തിരി പദങ്ങളില്ലേ, അതൊന്നും എൻ്റെ മനസ്സിലില്ല. നരേന്ദ്രമോദി പറഞ്ഞില്ലേ, സ്കിൽ ഇന്ത്യ അവരുടെ മുദ്രാവാക്യമാണ്. മേക്ക് ഇൻ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ, ഇതൊക്കെ നരേന്ദ്രമോദി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഡിജിറ്റൽ ഇന്ത്യ, സ്വച്ഛ് ഭാരത്, സ്മാർട്ട് മിഷൻ, ബുള്ളറ്റ് ട്രെയിൻസ്, ഖേലോ ഇന്ത്യ, ജെൻഡർ യോജന, ആത്മനിർഭർ ഭാരത്, പ്രസാദ്, ബേട്ടി ബജാവോ ബേലി ബജാവോ, ഇങ്ങനെ എന്തെല്ലാം മുദ്രാവാക്യമാണ് നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാർഷിക മേഖലയിലാണെങ്കിലോ, കാർഷിക മേഖലയിലായി പറഞ്ഞില്ലേ, സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ പ്രയാസ്, സബ്കാ വിശ്വാസ്, ഇങ്ങനെ
ഒരുപാട് മുദ്രാവാക്യങ്ങൾ നരേന്ദ്രമോദി 2014 മുതൽ ഇന്ത്യയിലെ ജനങ്ങളുടെ ഇടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥമൊന്നും ആർക്കും അറിഞ്ഞുകൂടാ, ആരും ഇത് ബോധ്യപ്പെട്ടിട്ടുമില്ല. നരേന്ദ്രമോദി കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം അവർ പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമായി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയാണ്. അതിന് ഞാൻ പറഞ്ഞു തുടങ്ങിയത് ചരിത്രത്തെ മാറ്റി എഴുതണം. ഇന്ത്യയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ മുഗളന്മാരുടെ ചരിത്രമല്ലേ, ചക്രവർത്തിമാരുടെ ചരിത്രമല്ലേ, രാജാക്കന്മാരുടെ ചരിത്രമല്ലേ. ഇന്ത്യയുടെ ഭൂതകാല ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ഹിന്ദു രാഷ്ട്രം ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം വളരെ ഗംഭീരമായി ഭരിച്ചിരുന്നുവെന്ന് ഏതെങ്കിലും ചരിത്ര പാഠപുസ്തകത്തിൽ ഞാനും നിങ്ങളും പഠിച്ചിട്ടുണ്ടോ? അശോകൻ ഹിന്ദു ആയിരുന്നില്ലല്ലോ, ഹിന്ദു ചക്രവർത്തിയായിരുന്നോ? അശോകൻ്റെ ഭരണപരിഷ്കാരങ്ങളെല്ലാം നമ്മൾ പഠിക്കുകയല്ലേ, സ്കൂൾ ക്ലാസ്സിലും കോളേജിലും ഇല്ല. അപ്പം ഇവർ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രം, അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അപരിചിതമായ ഒരു പദം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആ ഹിന്ദുത്വ രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ ചരിത്രത്തെ മാറ്റണം. അവർക്കിടമില്ലാത്ത ചരിത്രം ഇന്ത്യയിൽ പഠിപ്പിക്കേണ്ടതില്ല, വായിക്കേണ്ടതില്ല എന്നല്ലേ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ RSS ഉണ്ടോ? BJP ഉണ്ടാവില്ലല്ലോ. 1925 രൂപം കൊണ്ട RSS ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടില്ല, നമുക്കറിയാവുന്നതല്ലേ. പലപ്പോഴും ഇത്തരം പങ്ക്തികളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രസംഗിക്കുന്നതല്ലേ. RSSന് ചരിത്രത്തിലുള്ള ഇടമെന്താ? 1925 രൂപം കൊണ്ട RSS അതിന് ചരിത്രത്തിൽ കിട്ടിയ ഇടമെന്ന് പറയുന്നത് മഹാത്മാഗാന്ധിജിയുടെ കൊലപാതകമാണ്. അതവർ തിരിച്ചറിഞ്ഞില്ലേ. അതുകൊണ്ട് ഇപ്പോൾ ഗുജറാത്ത് പോലുള്ള BJPക്കാരൻ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗാന്ധിജിയെ പറ്റി അവർ പഠിപ്പിക്കുന്നത് എന്താ? മഹാത്മാഗാന്ധിജി ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് വിശദീകരിക്കാനാണ്. അപ്പോൾ മഹാത്മാഗാന്ധിജിയെ നഥുറാം വിനായിക ഗോഡ്സെ വെടിവെച്ച് കൊന്നതാണ് എന്നുള്ള പാഠഭാഗം മറക്കണം. പകരോ തെറ്റായ വസ്തുത പഠിപ്പിക്കാൻ വേണ്ടി സ്കൂൾ ക്ലാസ്സുകളിൽ ചോദ്യാവലിയിൽ ഉന്നയിക്കുന്ന ചോദ്യം, മഹാത്മാഗാന്ധിജി എന്തിന് ആത്മഹത്യ ചെയ്തു? അപ്പോൾ അത് വായിക്കുന്ന കുട്ടികളിൽ രൂപപ്പെടുന്ന ആശയം, മഹാത്മാഗാന്ധിജി ആത്മഹത്യ ചെയ്തതാണ്. അവിടെ ആരെ മറക്കുകയാണ്? നഥുറാം വിനായക ഗോഡ്സെയെ മറക്കുകയല്ലേ, ചരിത്രത്തെ മാറ്റി എഴുതിയല്ലേ. ഇന്ത്യൻ ചരിത്ര കൗൺസിലിൻ്റെ തലപ്പത്തിരിക്കുന്നത് RSSകാരല്ലേ. സംസ്കൃതമല്ലാതെ മറ്റേതെങ്കിലും ചരിത്രം അവർക്കറിയോ? അവരെ കൊണ്ട് ഈ പ്രക്രിയ പൂർത്തീകരിക്കാനാവൂ? അപ്പോൾ ചരിത്രത്തെ പിടിച്ച് അവർക്ക് സ്ഥാനം ഉണ്ടാക്കണം. ചരിത്രത്തെ പിടിക്കുക, ചരിത്രം മാറ്റി എഴുതുക എന്നതിലുപരി അവർക്ക് ചെയ്യാൻ കഴിയുന്ന എന്താണെന്ന് വെച്ചാൽ ചരിത്ര പാഠപുസ്തകങ്ങളിൽ നിന്ന് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ വെട്ടിമാറ്റുക എന്നതാണ്. അവർക്ക് താല്പര്യമില്ലാത്ത പാഠഭാഗങ്ങൾ വെട്ടിമാറ്റണം. മുഗളന്മാരുടെ ചരിത്രം പഠിപ്പിക്കേണ്ടതില്ല അല്ലേ? അവരാണ് ഈ രാജ്യം കെട്ടിപ്പടുത്തത്, അവരെ പറ്റി പഠിപ്പിക്കേണ്ടെന്നാ. വിദ്യാഭ്യാസത്തിലേക്ക് ചെല്ലുമ്പോൾ അതിൽ മാറ്റം വരുത്തിയല്ലേ. ഈ ഡൽഹി എന്ന് പറയുന്നത് ഓരോ സംസ്ഥാനത്തിൻ്റെയും തലസ്ഥാനം എന്ന് പറയുന്നത് മുഗളന്മാരുടെയും മുൻകാല ഭരണാധികാരികളുടെയും ബാക്കി പാത്രമായി അവിടെ സ്ഥിതി ചെയ്യുകയല്ലേ. താജ്മഹൽ, കുത്തബ് മിനാറായാലും അങ്ങനെയുള്ള 3900 വരുന്ന ചരിത്ര സ്മാരകങ്ങൾ ഇന്ത്യയിലെ തല ഉയർത്തി നിൽക്കുകയല്ലേ. അതിനെ ഇല്ലാതാക്കണമെന്നല്ലേ നരേന്ദ്രമോദി പറയുന്നേ. ആ ചരിത്ര സ്മാരകങ്ങൾ RSSൻ്റെ രാഷ്ട്രീയത്തിനെതിരാണ്. അതുകൊണ്ട് വർത്തമാന കാലഘട്ടത്തിൽ ഭാവി തലമുറ അത്തരത്തിലുള്ള ചരിത്ര സ്മാരകങ്ങളെ പാടെ വിസ്മരിക്കണം. അതിനുവേണ്ടിയുള്ള പരിശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഞാൻ ദീർഘമായി അത്തരം വിഷയങ്ങളെടുത്ത് പ്രതിപാദിക്കുന്നില്ല. പാഠഭാഗങ്ങൾ മാറ്റാൻ നിലക്കൊള്ളുകയല്ലേ. ഉള്ളതല്ലേ പഠിപ്പിക്കാനാവൂ. ശാസ്ത്രചിന്ത, യുക്തിബോധം, ഇതൊക്കെ വളർന്നു വരാൻ വേണ്ടിയുള്ള പാഠഭാഗങ്ങളല്ലേ കുട്ടികളെ പഠിപ്പിക്കേണ്ടുന്നത്. ആ ശാസ്ത്രീയ ചിന്തയും വേണ്ട, യുക്തിബോധവും വേണ്ട. അവർക്ക് ആവശ്യമുള്ള അന്ധവിശ്വാസ ജടിലമായ
ആശയങ്ങളും കഥകളും മാത്രം പഠിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമല്ലേ നടത്തുന്നേ? നമ്മളതൊക്കെ പഠിച്ചു വന്നേല്ലേ? നമ്മൾ കൃഷ്ണഗാഥ പഠിച്ചില്ലേ? ദശാവതാരങ്ങൾ പഠിച്ചില്ലേ? ഓരോ അവതാര പുരുഷനെ പറ്റിയും പഠിച്ചില്ലേ? അവരുടെ അന്ത്യത്തെ സംബന്ധിച്ച് പഠിച്ചില്ലേ? എല്ലാം നമ്മൾ പഠിച്ചതല്ലേ? എല്ലാം നമ്മൾ പഠിച്ചു വന്ന് നമ്മളൊന്നും വർഗീയവാദികളായില്ലെങ്കിലും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത് പാഠപുസ്തകങ്ങളിലെ ഭാഗങ്ങൾ മാറ്റണം. ചാൾസ് ഡാർവിൻ്റെ എവല്യൂഷൻ തിയറി പഠിപ്പിക്കണ്ട, വില്യം മോർഗൻ്റെ നരവംശാസ്ത്രം പഠിപ്പിക്കണ്ട, മുഗളന്മാരുടെ ചരിത്രം പഠിപ്പിക്കണ്ട, പീരിയോഡിക് ടേബിൾ പഠിപ്പിക്കണ്ട, അല്ലേ? ഒന്നും പഠിപ്പിക്കണ്ട എന്നുള്ള തരത്തിലേക്ക് ദശാവതാരത്തിൻ്റെ കഥകളും അതുപോലെ രാമായണവും മഹാഭാരതവും മനുസ്മൃതിയും അതെല്ലാം പഠിപ്പിച്ചു പോയാൽ മതി എന്നുള്ള തരത്തിലേക്ക് ഇന്ത്യയുടെ വിദ്യാഭ്യാസ സംവിധാനത്തെ മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമം നരേന്ദ്രമോദി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അവർ പിടിക്കുന്ന എന്താ? സംസ്കാരം. അത് പ്രത്യേകിച്ചൊരു ടോപ്പിക്കായി പറയേണ്ടുന്നതാണ് സംസ്കാരത്തെ സംബന്ധിച്ച്. ഈ 3 ചേരുവകളെയും അവർക്ക് അനുകൂലമായി മാറ്റിക്കൊണ്ട് ഇന്ത്യയുടെ ചരിത്രം മാറ്റിമറിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഇന്നിപ്പോൾ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ഇന്നിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി അവർ ചെയ്യുന്നത് എന്താ? അതിനുവേണ്ടി അവർ ചെയ്യുന്നത് എന്തെന്നില്ലാത്ത അമിതാധികാര പ്രവണതയാണ് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക്, ഇന്ത്യൻ റിപ്പബ്ലിക്കിന് 3 തൂണുകളുണ്ട്, 3 ഘടകങ്ങളുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും പറയാറില്ലേ? 4ാമത്തെ തൂണായി നമ്മൾ പറയുന്നത് മാധ്യമത്തെയാണ്. ലെജിസ്ലേച്ചറുണ്ട്, നിയമനിർമ്മാണ സഭകൾ, അത് നിർവഹിക്കാൻ വേണ്ടിയുള്ള എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. ഈ നിർവഹണത്തിലെല്ലാം നീതി ന്യായവും നിലനിൽക്കണമെന്നതിനു വേണ്ടി നീതി നിർവഹണമുണ്ട്, ജുഡീഷ്യറി ഉണ്ട്. ഇത് 3മാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ 3 ഘടകങ്ങൾ എന്ന് പറയുന്നത്. നിയമനിർമ്മാണം പാർലമെൻറ്റും അസംബ്ലിയുമാണ്. ഭരണനിർവഹണം എക്സിക്യൂട്ടീവാണ്, ഉദ്യോഗസ്ഥന്മാരാണ്. നീതിന്യായം ജുഡീഷ്യറിയാണ്. ഇത് 3നെയും കീഴ്പ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഇന്നിപ്പോൾ നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നരേന്ദ്രമോദി 10 വർഷമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ നയമെന്ത്? ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ കോർപ്പറേറ്റ് അനുകൂലമായ നയമാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നയം. ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിച്ച് പിരിഞ്ഞിരിക്കുകയല്ലേ? ആ ഇടക്കാല ബഡ്ജറ്റിലടക്കം അവർ വിട്ടുപോകാതെ ഊന്നി പറഞ്ഞൊരു കാര്യം, കോർപ്പറേറ്റ് നികുതി 22% കുറച്ചു എന്നാണ്. ആരെ സഹായിക്കാൻ? ഈ രാജ്യത്തിലെ കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടിയല്ലേ? ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടോ? അതൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്ന നരേന്ദ്രമോദിയുടെ ഭരണം കോർപ്പറേറ്റ് അനുകൂലമായ ഭരണമാണ്. അതിനുവേണ്ടിയോ? അതിനുവേണ്ടി പോരാട്ടങ്ങളെ അടിച്ചമർത്തുകയാണ്. കാർഷിക മേഖലയിൽ 3 നിയമം കൊണ്ടുവന്നു. ആരെങ്കിലുമായി ആലോചിച്ചോ? ഏതെങ്കിലും ഒരു സഭയിൽ ചർച്ച ചെയ്തോ? പ്രതിപക്ഷ പാർട്ടികളുടെ അഭിപ്രായം ആരാഞ്ഞോ? ഇന്ത്യയിലെ കർഷക സംഘടനകളുടെ നേതാക്കന്മാരുടെ യോഗം വിളിച്ചു? ഒന്നും ചെയ്യാതെയല്ലേ ഒരു സുപ്രഭാതത്തിൽ നരേന്ദ്രമോദി ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അകത്ത് കാർഷിക നിയമങ്ങൾ പ്രഖ്യാപിക്കുന്നേ? സ്പോണ്ടേനിയസായി ഒരു കമ്മിറ്റിയും കൂടേണ്ടി വന്നില്ല. പിറ്റേ ദിവസം കർഷകർ സമരാങ്കണത്തിലേക്ക് ഇറങ്ങിയില്ലേ? മോശപ്പെട്ട സമരമായിരുന്നു. 1 വർഷമല്ലേ ഇന്ത്യയിൽ കാർഷിക സമരം നിലനിന്നത്? നരേന്ദ്രമോദി സർക്കാരിൻ്റെ എല്ലാവിധമായ സന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ആ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയില്ലേ? അതിനെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് കർഷകർ നരേന്ദ്രമോദിയുടെ നയങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയത്. പിൻവലിച്ചതോ? പഞ്ചാബ് ഇലക്ഷൻ വന്നപ്പോൾ പഞ്ചാബിൽ BJPക്ക് ജയിക്കണം, അതിന് കാർഷിക നിയമങ്ങൾ പിൻവലിക്കണം എന്ന് തിരിച്ചറിഞ്ഞ് അതും ഒരു ചർച്ചയില്ലാതെ 2 മിനിറ്റ് കൊണ്ട് കാർഷിക നിയമങ്ങൾ പിൻവലിക്കുകയാണ്. എങ്കിലും പഞ്ചാബിൽ AAP തന്നെ ജയിച്ചു, BJPക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല.
അപ്പോൾ കോർപ്പറേറ്റ് അനുകൂലമായി സമീപനം സ്വീകരിക്കുകയല്ലേ? റിപ്പബ്ലിക്കിൻ്റെ 3 ഘടകങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുകയല്ലേ? അപ്പോൾ ഇതിനെ ചെറുത്ത് തോൽപ്പിക്കണ്ടേ? പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനം നടത്തി മെയ് മാസം 25 പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം. എന്തായിരുന്നു അവസ്ഥ? പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനത്തിന് ഇന്ത്യയിലെ 1ാമത്തെ പൗരനെന്ന് വിളിക്കാവുന്ന ഇന്ത്യയുടെ പ്രസിഡന്റിനെ ക്ഷണിച്ചിരുന്നില്ല. അവരൊക്കെ ഇവർക്ക് വേണ്ടി കാര്യമൊക്കെ പറയുന്നുണ്ട് ഇപ്പോഴും. പ്രസിഡന്റ് ഉണ്ടാവണ്ടേ അവിടെ? ഏതൊരു രാഷ്ട്രമായാലും അവിടുത്തെ ഏറ്റവും ഉന്നതമായൊരു സമിതിയുടെ ആസ്ഥാനം പാർലമെൻറ്റ് മന്ദിരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടെ ആ രാഷ്ട്രത്തിൻ്റെ പിതാവ് വേണ്ടേ? ആ രാഷ്ട്രത്തിൻ്റെ 1ാമത്തെ പൗരൻ വേണ്ടേ? രാഷ്ട്രപതി വേണ്ടേ? വിളിച്ചില്ലല്ലോ. നരേന്ദ്രമോദി നടന്ന് ചെല്ലുന്നു, ഭൂമിയിൽ സാഷ്ടാംഗ പ്രണാമം നടത്തുന്നു, അകത്തേറുന്നു, ഉടവാളും കൊണ്ടാണ് പോകുന്നത്. ആ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിനകത്ത് ഉണ്ടായിരുന്നത് 9 സന്യാസിമാർ. ഈ രാഷ്ട്രത്തെ എങ്ങോട്ടാണ് നരേന്ദ്രമോദി കൊണ്ടുപോകുന്നത് എന്നല്ലേ നമ്മൾ പരിശോധിക്കേണ്ടേ? സ്വാമിമാരാണോ ഈ രാഷ്ട്രത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നേ? അവരുടെ വിശ്വാസമാണോ ഈ രാജ്യത്തിൻ്റെ വിശ്വാസം? അപ്പോൾ ഈ രാജ്യത്തെ ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമം അവരത് ചെയ്യുകയാണ്. ജനാധിപത്യ സംവിധാനത്തോട് പോലും, ജനാധിപത്യ വ്യവസ്ഥയോട് പോലും ഈ RSSന് ഒരു താല്പര്യമില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതില്ലേ, വായിച്ചിട്ടുള്ളതില്ലേ? അവർ ജനാധിപത്യത്തെപ്പറ്റി പറയുന്നത് എന്താ? ജനാധിപത്യത്തെപ്പറ്റി അവർ പറയുന്നത്, അതിൻ്റെ മോശപ്പെട്ട വശമായി അവർ പറയുന്നത് ആത്മപ്രശംസയും പരദൂഷണവും. അതുകൊണ്ട് ജനാധിപത്യം വേണ്ട, പിന്നെ ഏതു മതി? രാജാധികാരം മതി, രാജാവിൻ്റെ ഭരണം മതി. അതിൻ്റെ അധികാരത്തിൻ്റെ ചിഹ്നമെന്ന നിലയ്ക്കാണ് പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനത്തിനും വാള് പ്രദർശിപ്പിച്ചേ. അതിൻ്റെ പ്രചരണമെന്ന നിലയ്ക്ക് തന്നെയാണ് പാർലമെൻറ്റ് സമ്മേളനത്തിൽ രാഷ്ട്രപതി വന്നപ്പോൾ വാള് കൊടുത്ത് സ്വീകരിക്കുന്നത്. ഈ രാജ്യത്തെ വല്ലാത്ത തരത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തില്ലേ? ജനാധിപത്യത്തിന് തെല്ലെങ്കിലും വിലയുണ്ടോ? പാർലമെൻറ്റ് കൂടിയോ? ഇപ്പോൾ പാർലമെൻറ്റ് കൂടിയില്ലല്ലോ. 140 പ്രതിപക്ഷ MP-മാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പാർലമെൻറ്റ് കൂടിയില്ലേ? ജനാധിപത്യത്തിന് തെല്ലെങ്കിലും വിലയുണ്ടോ? പ്രതിപക്ഷങ്ങളോട് എന്തെങ്കിലും ബഹുമാനമുണ്ടോ? പ്രതിപക്ഷക്കാർ ഉന്നയിക്കുന്ന വാദഗതികളോട് എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഒന്നും ചെയ്യാതെ ഈ രാഷ്ട്രത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? അദാനി കെട്ടിപ്പൊക്കിയ സോപ്പ് കുമ്പളകളെ സംബന്ധിച്ച് ഹിൻഡൻബർഗിൻ്റെ വെളിപ്പെടുത്തൽ വന്നതില്ലേ? ആ ഹിൻഡൻബർഗിൻ്റെ വെളിപ്പെടുത്തൽ വന്നപ്പോൾ തന്നെ നരേന്ദ്രമോദി ഒന്ന് ഒലഞ്ഞില്ലേ? അദാനി ഒന്ന് ഒലഞ്ഞില്ലേ? മാർക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ വില അങ്ങ് ഇടിഞ്ഞു പോയില്ലേ? പക്ഷേ ആളെ പിടിച്ചു നിർത്തണം. ആളെ പിടിച്ചു നിർത്താൻ വേണ്ടി അതിനെ സംബന്ധിക്കുന്ന ചർച്ചയ്ക്ക് വേണ്ടിയുള്ള അവസരം പോലും പാർലമെൻറ്റിൽ കൊടുക്കാതെയാണ് നരേന്ദ്രമോദി ഇപ്പോൾ മുന്നോട്ട് പോയത്. ചോദ്യം ചോദിക്കാൻ പാടില്ല. പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാർക്ക് മിണ്ടാൻ പറ്റില്ല. മിണ്ടുന്ന ആളുകൾ പാർലമെൻറ്റിൻ്റെ അകത്ത് ആരോ ബോംബ് പൊട്ടിച്ചു എന്നാണ്. ആര് പൊട്ടിച്ച്? പ്രതിപക്ഷ പാർട്ടികളാണ് പൊട്ടിച്ചല്ലോ. അവരാരും കത്ത് കൊടുത്തില്ലല്ലോ. അല്ലാതെ കത്ത് വാങ്ങിച്ചുകൊണ്ട് പാർലമെൻറ്റിൻ്റെ അകത്ത് കയറിയ ആളുകളല്ലേ വിഷപ്പുക അവിടെ പടർത്തി വിട്ടത്. അതെന്താണെന്ന് അറിയാനുള്ള അവകാശം ഈ രാജ്യത്തിലെ ജനങ്ങൾക്കില്ലേ? രാജ്യത്തിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന പാർലമെൻറ്റ് മെമ്പർമാർക്കില്ലേ? അതിനെപ്പറ്റി ചോദിക്കുമെന്നുള്ള ഭയം കൊണ്ടല്ലേ 140 MP-മാരെ സസ്പെൻഡ് ചെയ്ത് വച്ചിട്ട് നരേന്ദ്രമോദി പാർലമെൻറ്റ് നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയത്. ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതില്ല. അതുപോലെയാണ് ഫെഡറൽ തത്വം. കേരള രാഷ്ട്രീയം പിന്നെ പറയേണ്ട വിഷയമാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ 28 സംസ്ഥാനങ്ങളുടെ യൂണിയൻ എന്നല്ലേ നമ്മൾ പഠിപ്പിക്കുന്നേ. ആ യൂണിയൻ എന്ന് പറയുന്ന സ്റ്റേറ്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയാൻ ഇവർ ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. ഭരണഘടനയുടെ ഫെഡറൽ തത്വത്തെ അടക്കം അവർ ചെയ്യല്ലേ? തകർക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയല്ലേ? സുപ്രീം കോടതിയിലെ ജഡ്ജി നിയമനം എങ്ങനെയായിരുന്നു ഇത്രയും കാലം? സുപ്രീം കോടതിയുടെ ജഡ്ജി നിയമത്തെ കൺസോർഷ്യം നിയമിച്ചിട്ടാണ് നടത്തിക്കൊണ്ടിരുന്നത്.
ഇപ്പം നരേന്ദ്രമോദി പറയുക അങ്ങനത്തെ ഒരു ബോഡിയൊന്നും വേണ്ട, ജഡ്ജിമാരെ നിയമിക്കാനുള്ള അധികാരം ക്യാബിനറ്റ് മന്ത്രിമാർ ഏറ്റെടുക്കുന്നുവെന്നാണ് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയെ പോലും അവരുടെ വരുതിയിൽ നിർത്താൻ വേണ്ടിയുള്ള പരിശ്രമം നരേന്ദ്രമോദി ചെയ്യുകയില്ലേ? പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ, ഇവയെല്ലാം തകർക്കാൻ വേണ്ടിയുള്ള സംഘടിതമായ നീക്കമല്ലേ നരേന്ദ്രമോദി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതെല്ലാം പറയുന്ന, ഇതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന മീഡിയകളോട് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് അനുവർത്തിക്കുന്ന നയമെന്ത്? മോഡി ക്വസ്റ്റ്യൻ ഇല്ലേ? മോഡി ക്വസ്റ്റ്യൻ ഒരു ഡോക്യുമെൻ്ററി വന്നില്ലേ? അത് പ്രക്ഷേപണം ചെയ്ത ദില്ലിയിലെ, ഡൽഹിയിലെ, ബോംബെയിലെ ഓഫീസുകൾ ആ ദിവസം തന്നെ ആദായ നികുതിയിലെ ഉദ്യോഗസ്ഥന്മാർ റെയ്ഡ് ചെയ്ത് ഓഫീസുകൾ പൂട്ടിച്ചില്ലേ? എന്നിട്ട് ജനാധിപത്യത്തെപ്പറ്റി ലോക രാഷ്ട്രീയ വേദികളിൽ നരേന്ദ്രമോദി പ്രസംഗിക്കല്ലേ? മാധ്യമത്തിൻ്റെ രംഗത്തടക്കം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്ഥാനം 150 മേലിലാണ്. നാണക്കേടല്ലേ എന്ന്? എന്താ ഇവർ പ്രസംഗിക്കുന്നത്? അറബി രാഷ്ട്രങ്ങളിൽ നിലനിൽക്കുന്ന ജനാധിപത്യം പോലെ ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാഷ്ട്രത്തിൽ നിലനിൽക്കുന്നില്ലല്ലോ. വൈബ്രൻ്റ് ഗുജറാത്ത് 2011-ലും 2013-ലും ഗുജറാത്തിൽ നിക്ഷേപ പരിപാടി സംഘടിപ്പിക്കുന്നതിനു വേണ്ടി നരേന്ദ്രമോദി സംഘടിപ്പിച്ച നീക്കമാണത്, കോർപ്പറേറ്റുകളെ കൊണ്ടുവരാൻ വേണ്ടി. അങ്ങനെ കോർപ്പറേറ്റുകളെ താലോലിച്ചുകൊണ്ട്, കോർപ്പറേറ്റുകളെ കയ്യിലെടുത്തുകൊണ്ട് അവരെല്ലാം ശ്രമിക്കുകയല്ലേ? ഇതിനെല്ലാം നരേന്ദ്രമോദിക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നതാരാ? അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നരേന്ദ്രമോദിക്ക് ഇതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുന്നത് അംബാനി നടത്തുന്ന 27 ന്യൂസ് ചാനലുകളുണ്ട്. അംബാനിക്ക് ചാനൽ 27 എണ്ണം പോരെ? സുഭാഷ് ചന്ദ്രയ്ക്ക് 15 ന്യൂസ് ചാനലുണ്ട്. അതുപോലെ അദാനിക്ക് 11 ന്യൂസ് ചാനലുണ്ട്. ഈ ചാനലുകളെല്ലാം വിലക്കെടുത്തുകൊണ്ട്, ഈ കോർപ്പറേറ്റുകൾ വിലക്കെടുത്തുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ജനാധിപത്യത്തിനെതിരായി, ഫെഡറൽ തത്വങ്ങൾക്കെതിരായി, റിപ്പബ്ലിക്കിനെതിരായി അനുവർത്തിക്കുന്ന നയങ്ങളെ മുഴുവൻ മൂടിവെച്ചുകൊണ്ട് ആ നയങ്ങളെല്ലാം വെള്ള തേച്ച് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് നരേന്ദ്രമോദിയുടെ ഭരണം കോർപ്പറേറ്റ് അനുകൂലമായ ഭരണമാണ്. നരേന്ദ്രമോദിയുടെ ഭരണം കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഭരണമാണ്. അത് ജനവിരുദ്ധമായ ഭരണമാണ്. ജനങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ഭരണമാണ്. ആ ഭരണത്തിനെതിരായി ജനങ്ങളെ ചിന്തിപ്പിക്കുവാനും പ്രവർത്തിപ്പിക്കുവാനും വേണ്ടിയുള്ള സമയം ആഗതമായിരിക്കുന്നു എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ബാക്കി സാമ്പത്തിക മേഖലയെ സംബന്ധിച്ച് അടുത്തൊരു എപ്പിസോഡിൽ പ്രതിപാദിക്കാമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹാക്കളെ അഭിവാദനം.